ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിടിലൻ പഴംപൊരിയുടെ വീഡിയോ ആണ്. നമ്മൾ സാധാരണ പഴംപൊരി തയ്യാറാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഴം മുറിച്ചതിൻ്റെ ശേഷം അതിൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കലാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ പഴം മുറിച്ചതിൻ്റെ ശേഷം നമ്മൾ ആവിയിലൊന്ന് വേവിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പഴംപൊരി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ തയ്യാറാക്കുന്ന പഴംപൊരിനേക്കാൾ വളരെ സോഫ്റ്റാണ് ഈ ഒരു പഴംപൊരി. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ പഴംപൊരി തയ്യാറാക്കാൻ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു 3 നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. ഇനി ഈ പഴം നമുക്ക് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ പഴം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പഴത്തിന് നീളത്തിൽ 3 കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. എത്ര കട്ടിയുള്ള പഴമാണെങ്കിലും നമ്മൾ 3 കഷ്ണങ്ങളാക്കിയാൽ മതി. 4-5 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആവിയിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ കുഴഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പഴം കൂടുതലായി പഴുത്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആവിയിൽ കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതേപോലെ തന്നെ കുഴഞ്ഞു പോകും. അതിനനുസരിച്ചിട്ടുള്ള പഴം നിങ്ങൾ എടുക്കാം. നമുക്കത് ആവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പഴം ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത്, കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 5 പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടും പഴമൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ആ ടൈമിൽ നമുക്ക് പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 8 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. അതായത് 1 കപ്പ് മൈദപ്പൊടി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് വറുത്തതോ വറുക്കാത്ത ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക, നമ്മളെ ബാറ്ററിന് ചെറിയൊരു മധുരം കിട്ടാൻ. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. നല്ല കട്ടിയും വേണ്ട, നല്ല ലൂസും വേണ്ട, അതിൻ്റെ ഇടയിലുള്ളൊരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത്. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അപ്പോൾ അത് എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് പഴമിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. നമ്മൾ എന്തായാലും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പഴംപൊരി എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലുള്ള പഴമൊക്കെ ആദ്യം തന്നെ കുക്കായി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അതാ നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. പഴംപൊരിയുടെ ബാറ്റർ തയ്യാറാക്കിയപ്പോൾ നമ്മൾ കളറൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമ്മുടെ പഴംപൊരിക്ക്. അപ്പോൾ അതാ നമ്മുടെ പഴംപൊരിയൊക്കെ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ പഴംപൊരിയാണിത്. ഉൾവശം നല്ല സോഫ്റ്റായിട്ട് പുറം വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പഴംപൊരിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റുള്ളൊരു പഴംപൊരിയാണിത്. ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അത് കഴിച്ചാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ കാണുമ്പോൾ നമ്മൾ സാധാ പഴംപൊരി പോലെ തോന്നും, പക്ഷേ നമ്മളിത് കഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ പഴംപൊരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.